പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം സങ്കീർണ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് രാധിക വേണുഗോപാൽ. ഞാൻ കൊല്ലം ചിന്നക്കട ആണ് താമസിക്കുന്നത്. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസികളാണ്. ഞാനും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. എൻ്റെ മൂത്ത മകൾക്ക് 20 വയസ്സായി, ഇളയ ആൾക്ക് 17 വയസ്സ്. എൻ്റെ ഭർത്താവ് വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭയങ്കര മദ്യപാനിയായിരുന്നു. ആ സമയത്താണ് എൻ്റെ 2 മക്കളും ജനിച്ചത്. 2 വർഷം മുൻപ് ഞാനും ഭർത്താവും ഒരു ധ്യാനം കൂടി. അതോടുകൂടി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമെല്ലാം നിന്നു. ഇപ്പോൾ വീട്ടിൽ വളരെ സമാധാനമുണ്ട്. സന്തോഷത്തോടെ ഞങ്ങൾ കഴിയുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് മക്കളുടെ കാര്യം ഓർത്ത് ഭയങ്കര ദുഃഖമാണ്. എൻ്റെ മക്കൾ 2 പേരും പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്ന സ്വഭാവക്കാരാണ്. വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും 2 പേരും അടികൂടും. പഠിക്കാനിരിക്കുമ്പോഴും ഈ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ നല്ല അടി വെച്ച് കൊടുക്കാറുണ്ട്. അവരുടെ ഈ സ്വഭാവം മൂലം വിഷമിക്കുന്നത് ഞാനാണ്. എൻ്റെ ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ അവർ നല്ല കുട്ടികളാണ്. ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു കുഞ്ഞ് ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ കുഞ്ഞിനെ ബാധിക്കുമെന്ന്. ഇത് എത്രമാത്രം ശരിയാണ് അച്ഛ? ഞാൻ അന്ന് അനുഭവിച്ച മാനസിക സംഘർഷവും ദേഷ്യവുമാണോ എൻ്റെ കുട്ടികൾ ഇത്രയും ദേഷ്യ സ്വഭാവക്കാരായി മാറാൻ കാരണമായത്? ദയവായി അച്ഛൻ എനിക്ക് മറുപടി തരണം. ഇവരുടെ സ്വഭാവം മാറ്റിയെടുക്കുവാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് രാധിക വേണുഗോപാൽ. നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൽ രാധിക എന്ന സഹോദരി അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ആദ്യം അവർ പറയുന്നത്. ഭർത്താവ് ലഹരിയുടെ അടിമയായിരുന്നു. ധ്യാനത്തിൽ വെച്ച് ദൈവം ആ മകനെ അനുഗ്രഹിച്ച് ആ ലഹരിയുടെ വലിയ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. മദ്യപാനിയായിരുന്ന കാലത്ത് അവരുടെ കുടുംബജീവിതം വളരെയധികം ക്ലേശങ്ങളിലൂടെയും ദുരിതത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ കടന്നുപോയ നാളുകളിലാണ് അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചത്. പക്ഷേ ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വളരെ അനുഗ്രഹത്തിൻ്റെ ബന്ധമാണ്. ആ ധ്യാനത്തിലൂടെ ഭർത്താവിൻ്റെ സ്വഭാവം മുഴുവനും വലുതായ മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തെയാണ് ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ രാധികയോട് പറയുവാനുള്ളത്, ലഹരിക്ക് അടിപ്പെട്ടു പോയ ആ ഭർത്താവിൻ്റെ നിരവധി മേഖലകളെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടാണ് ഭർത്താവിന് മദ്യപാനത്തിൽ നിന്ന് മോചനം കൊടുത്തത്. കാരണം അദ്ദേഹത്തെ മദ്യപാനത്തിലേക്ക് നയിച്ചിരുന്ന കാരണങ്ങളെല്ലാം ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൗഖ്യമാക്കി മാറ്റി. ആ മേഖലകളെല്ലാം സുഖപ്പെടുത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന് മദ്യപാനത്തിൽ മോചനം കിട്ടിയത്. അപ്പം അച്ഛൻ പറയുന്നത് മദ്യപാനം മാറ്റമല്ല ചെയ്യണം, ആ മദ്യപാനത്തിലേക്ക് നയിക്കുന്ന ചില ആന്തരിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതെ, ആ പ്രശ്നത്തെ ദൈവം എടുത്തു മാറ്റുമ്പോൾ മദ്യപാനം അദ്ദേഹത്തെ വിട്ടുപോയി. അപ്പോൾ മദ്യപാനം എന്ന സ്വഭാവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി മേഖലകളെ ദൈവം സുഖപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹം സൗഖ്യം കിട്ടിയത്. അപ്പോൾ ആ മേഖലകൾ പലതും ഭർത്താവിൻ്റെ ബാല്യകാല ജീവിതവും യൗവന കാലഘട്ടവുമായിട്ടൊക്കെ ഇടപഴകി കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ മേഖലകളിൽ യേശു ഭർത്താവിന് സൗഖ്യം കൊടുത്തു എങ്കിൽ തീർച്ചയായിട്ടും ഈ 2 മക്കളെക്കുറിച്ചുള്ള ആകുലത ഈ ഒരു മേഖലയിൽ അമ്മച്ച് കാണേണ്ടതാണ്. അതായത് എൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്തിയ ഈശോയ്ക്ക് മക്കളെയും സുഖം, എൻ്റെ 2 മക്കളുടെയും
ഈ വൈകാരിക മേഖലകളെ സുഖപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ള വിശ്വാസം രാധികയ്ക്കുണ്ടാകണം. മുറിവേൽക്കുക എന്നത് വളരെ എളുപ്പകരമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് മുറിവുണ്ടാകും. പക്ഷേ ആത്മീയമായിട്ട് പറഞ്ഞാൽ അതിനേക്കാൾ എളുപ്പമാണ് സുഖപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രാധിക ഈ കുട്ടികൾക്ക് ഒരു സൗഖ്യം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രാധിക ഒരു ചോദ്യം ചോദിക്കുന്നു, ഗർഭസ്ഥ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുട്ടിയുടെ ജീവിതത്തെ ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടമായിട്ടല്ല കാണേണ്ടത്, ഗർഭസ്ഥ അവസ്ഥ മുതൽ നമ്മൾ ആ കുട്ടിയുടെ ജീവിതത്തെ കാണേണ്ടതാണ്. അപ്പോൾ അവിടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അമ്മയുടെ വിചാരങ്ങളെല്ലാം തന്നെ കുട്ടികളിൽ അതിൻ്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ വിചാരങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചും അതുപോലെ തന്നെ രാസമാറ്റങ്ങളും ഉണ്ടാക്കുന്നവയാണ്. 3 മാസം അമ്മയുടെ വയറ്റിലായി കഴിഞ്ഞാൽ കുട്ടിയുടെ മെമ്മറി സെല്ലുകൾ രൂപം കൊള്ളാൻ തുടങ്ങുന്നതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. അപ്പം എല്ലാ കാര്യങ്ങളും, എല്ലാ വൈകാരിക മാറ്റങ്ങളും കുഞ്ഞ് ഈ മെമ്മറി സെല്ലിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. കുഞ്ഞിൻ്റെ മെമ്മറി സെല്ല് രൂപം കൊള്ളുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ മെമ്മറി സെല്ലിന് ഒരു കാലപരിധിയുണ്ട്. ഓക്കെ. അത് ഒരു നിശ്ചിത സമയം വരെ നിലനിൽക്കുകയുള്ളൂ. അത് പെട്ടെന്ന് തന്നെ പിന്നെ അതങ്ങോട്ട് മാഞ്ഞു പോക്കുള്ളൂ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുഞ്ഞിന് ഈ അമ്മയുടെ വിചാരങ്ങൾ അമ്മയുടെ ബോഡിയിൽ ഒരു ഹോർമോൺ ചേഞ്ചും രാസമാറ്റവും വരുത്തും. അതെല്ലാം അമ്മയുടെ രക്തത്തിലും ആ രാസമാറ്റത്തിൻ്റെ റിസൾട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഈ വിചാരങ്ങളുമായി കൊച്ച് പൊക്കിൾക്കൊടിയിലൂടെ ബന്ധം, അതായത് അമ്മയുടെ രക്തത്തിലുണ്ടാവുന്ന രാസമാറ്റം മുഴുവൻ കുഞ്ഞിന്റെ ശരീരത്തിലേക്കും ക്രമേണ കടന്നു പോകും. അതെ, പൊക്കിൾക്കൊടിയിലൂടെ കൊച്ച് അതെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ നല്ല സന്തോഷകരമായ അനുഭവങ്ങളിൽ കുഞ്ഞ് സന്തോഷിക്കുന്നതും ദുഃഖകരമായ മേഖലകളിൽ കുഞ്ഞിന് ദുഃഖവും ഉണ്ടാകുന്നുണ്ട് എന്ന് അമ്മമാർ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, രാധികയ്ക്കറിയാം രാധികയുടെ ഈ 2 കുട്ടികളെയും ഗർഭിണിയായിരുന്ന കാലഘട്ടത്തിൽ രാധിക എന്തുമാത്രം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി എന്ന കാര്യം. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സൗഖ്യമായി മാറണം, അന്നുണ്ടായ അനുഭവങ്ങൾ എന്തു തന്നെയായാലും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാധികയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കഴിഞ്ഞു പോയ ഒരു കാലമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത് എങ്കിലും രാധിക മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന് ഈ സംഭവങ്ങളെല്ലാം വർത്തമാനകാലമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അപ്പോൾ ക്രിസ്തുവിന് ഇത് വർത്തമാനകാലമാണ്. അപ്പം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഗർഭസ്ഥ കാലം തൊട്ടുള്ള എല്ലാത്തിനെയും യേശു ക്രിസ്തുവിലെ എൻ്റെ മുമ്പിലേക്ക്, സൗഖ്യദായകനായ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. യേശു സൗഖ്യദായകനാണ് എന്ന് ഇതിനോടം തന്നെ രാധികയുടെ മുമ്പിൽ സാക്ഷ്യം നൽകപ്പെട്ട് കഴിഞ്ഞു. ഭർത്താവിൻ്റെ മാനസാന്തരം, ഭർത്താവ് ഒരു വലിയൊരു സാക്ഷിയായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ ആന്തരിക ജീവിതത്തെ സുഖപ്പെടുത്തിയ ഈശോ എൻ്റെ കൊച്ചിൻ്റെയും എൻ്റെ മക്കളുടെയും മാനസിക മേഖലകളെ സുഖപ്പെടുത്തും എന്ന് രാധിക മനസ്സിലാക്കണം. ആ യേശു ഭർത്താവിൽ നൽകിയ ആ സൗഖ്യത്തെക്കുറിച്ച് മക്കളെയും ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ബോധവൽക്കരിക്കുമ്പോൾ
ആ കുട്ടികൾക്കും മനസ്സിലാകും. കാരണം അവരിപ്പോൾ 20 വയസ്സ്, അതെ, 20 വയസ്സും 17 വയസ്സുമായി കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പക്വതയോടുകൂടി യേശു തരുന്ന ആ സൗഖ്യം സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് യേശുവിന് കടന്നു ചെല്ലാനായിട്ട് കഴിയും. യേശുവിന് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവയെല്ലാം ഒരു വർത്തമാനകാലമാണ്. ഇത്രയും രാധിക മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, വെറുതെ ഉണ്ടായ കുറേ ദുഃഖ ഓർമ്മകൾ ദൈവം മായ്ച്ചു കളയുകയല്ല ചെയ്യുക. ആ സംഭവത്തിൽ യേശു ഇടപെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അന്നുണ്ടായ സംഭവങ്ങൾ മായ്ച്ചു കളയണമേ, സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന പോരാ. ആ സംഭവങ്ങളിൽ യേശു ഇന്നത്തെ പോലെ, ഇന്ന് അത് സംഭവിക്കുന്ന പോലെ, അതെ, ആ വർത്തമാനകാലമാണ് യേശുവിന്. അതുകൊണ്ട് ആ സംഭവത്തിൽ യേശുവിന് നേരിട്ട് ഇടപെടാൻ കഴിയും. അങ്ങനെ യേശുവിനെ ആ സംഭവത്തിലേക്ക് ക്ഷണിക്കണം. ആ സംഭവത്തിൽ യേശുവിനെ പ്രവർത്തിക്കുന്നു എന്ന കാര്യം വിശ്വാസപൂർവ്വം അക്സെപ്റ്റ് ചെയ്യണം. 2, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധം ഈ മക്കളിൽ ആഴത്തിൽ നൽകണം. പിന്നെ ദൈവത്തിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവസ്നേഹമായതുകൊണ്ട് ആ സ്നേഹം തന്നെയായ ദൈവത്തിൽ, ദൈവം സ്നേഹം തന്നെയാണ് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ കഴിഞ്ഞകാല സംഭവങ്ങളിൽ പേരൻസിന് കൊടുക്കാൻ കഴിയാത്ത ആ സ്നേഹം ഈ സംഭവത്തിൽ ആ സമയത്ത് യേശു സന്നിഹിതനായി നിന്നുകൊണ്ട് ഈശോ ആ സംഭവത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ആ സംഭവത്തിൽ യേശുവിനെ സ്നേഹം ഒഴുക്കി അങ്ങനെ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഉള്ള യാഥാർത്ഥ്യം ഈ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സമാനമായ സംഭവം നമ്മൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവും മറിയവും കൂടി ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിക്കുന്നു. അപ്പോൾ എലിസബത്ത് സ്നാപക യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മറിയത്തിൻ്റെ അഭിവാദനവും എലിസബത്തും മറിയവും കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഈ ഗർഭശിശുവായ സ്നാപകനിൽ പ്രവർത്തിക്കുന്നതും അങ്ങനെ ആ സ്നാപകൻ ദൈവികമായ സന്തോഷം കൊണ്ട് ഉദരത്തിൽ തുള്ളിച്ചാടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവികമായ സന്തോഷം സ്നാപകനിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സ്നാപയോഹന്നാൻ എന്ന ഗർഭസ്ഥ ശിശു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ സൗഖ്യം പ്രാപിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഇന്നും രാധികയുടെ മക്കൾക്ക് യേശു എപ്പോഴും വർത്തമാനകാലത്തിൽ വസിക്കുന്നത് കൊണ്ട് അവർക്ക് ആ കുട്ടികളുടെ ഓരോ സംഭവത്തിലേക്കും യേശുവിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. യേശുവിനെ അവിടെ ആക്റ്റീവ് റോള് യേശു നിർവഹിക്കുന്നത് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞാൽ ആ സംഭവങ്ങളിൽ മാതാപിതാക്കന്മാരുടെ പോരായ്മകൾ മുഴുവനും യേശു നികത്തി അവരെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരണമെങ്കിൽ ഈ കുട്ടികളോട് ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് എപ്രകാരമാണ് നമ്മളുടെ അച്ഛനെ യേശു സൗഖ്യപ്പെടുത്തിയത് എന്നൊരു സാക്ഷ്യം ഈ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുത്തിട്ട് അതിനുവേണ്ടി അതായിരിക്കും ഒന്നാമത്തെ ഒരുക്കം അല്ലേ? അപ്പൊ അങ്ങനെ ഒരുക്കി കഴിഞ്ഞിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു, അച്ഛൻ്റെ മദ്യപാനത്തെ അത്ഭുതകരമായിട്ടാണ് ഉപേക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മദ്യപാനത്തെ മാറ്റി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അച്ഛൻ ഈ മദ്യപാനത്തിലേക്ക് വരാനുണ്ടായ പല കാരണങ്ങളും അച്ഛനും ഇതുപോലെ പല വിധത്തിലുള്ള മുറിവുകളും മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ യേശു ഇടപെട്ട് സൗഖ്യം നൽകി
പിന്നെ മദ്യപിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ദൈവം ആ മകനെ ഉയർത്തി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണ വെച്ചാ നമ്മുടെ ജീവിതത്തില് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളില്ലേ, അതിന്റെ സാക്ഷ്യപ്പെടുത്തൽ ആദ്യം ചെയ്യേണ്ടത് മക്കളോടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് നമ്മൾ ചെയ്യുന്നത് വഴി അവരിൽ ഫെയ്ത്ത് ഉണ്ടാകും, അവരിൽ വിശ്വാസം വർദ്ധിക്കും. പിന്നെ അവർ കാണിക്കുന്ന ഈ സ്വഭാവത്തിൽ അവരെ കൊണ്ടത് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ നിനക്ക് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവം ആ മേഖലയിൽ നിനക്ക് സൗഖ്യം തരും. അതാണ് ശരിക്ക് കുടുംബത്തിന്റെ അകത്ത് വേണ്ട ഒരു സുവിശേഷ സാക്ഷ്യം കൂടിയാണെന്നത്. അതെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ അമ്മച്ചി വളരെ കൂടുതലായിട്ട് പരാമർശിക്കുന്നത് ഇവർ തമ്മിൽ തല്ലിപ്പിടിക്കുന്നു എന്നുള്ള ഒരു ഇഷ്യൂ ആണ് കൂടുതലായിട്ട് അമ്മച്ചി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സഹോദരനോട് മക്കളോട് അമ്മച്ചിക്ക് പറയാൻ കഴിയും, നിങ്ങൾ ചേട്ടനെ അനുജനെ തല്ലുന്നതും അനുജൻ ചേട്ടനെ തല്ലുന്നതും അത് ഒരു വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം കിട്ടാതെ പോയ അനുഭവങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ടാണ്. ഒരു സ്നേഹം പിടിച്ചു മേടിക്കലാണെന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് ആ മേഖലകളിൽ യേശു നിങ്ങളെ സുഖപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങളൊരു വൈരാഗ്യ മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതല്ല എന്നുള്ള ഒരു ബോധവൽക്കരണം അവരുടെ വഴക്കിനെ കുറിച്ച് തന്നെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സംഭവങ്ങളിലേക്ക് ആ വേദനിപ്പിക്കുന്ന ഓർമ്മ മായ്ച്ചു കളയല്ല. അത് അവരുടെ ജീവിതത്തിൻ്റെ കാലഘട്ടം മുതൽ അവരുടെ സംഭവത്തിലേക്ക് യേശു പ്രവേശിക്കണം, യേശുവിനെ വിളിക്കണം. ഇവിടെ നമുക്ക് ഓർക്കുവാനുള്ളത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവമാണ്. അപ്പം യേശു അവരെ കൊണ്ട് ആ സംഭവങ്ങൾ പറയിപ്പിക്കുന്നതും അങ്ങനെ ആ സംഭവത്തിൽ യേശുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം പ്രവേശിക്കുന്നതും നമുക്ക് ആ ബൈബിൾ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരിക. അപ്പനും അമ്മയ്ക്കും പരിമിതികളുണ്ട്, പക്ഷെ അവരുടെ പരിമിതികളെ നികത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണനായ അപ്പൻ്റെയും പൂർണ്ണനായ അമ്മയുടെയും സ്നേഹം അതിൻ്റെ തികവിൽ നിൽക്കുന്നത് കൊണ്ട് ആ സ്നേഹം ഇവരിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ആ സ്നേഹം സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കി അതിലേക്കാണ് ഈ അമ്മയുടെ മനസ്സ് അവരുടെ ഹൃദയത്തെ തുറന്ന് നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും അതിൻ്റെ വലിയ ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, മക്കളെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന ഒരമ്മയുടെ പ്രശ്നമാണ് ഇന്ന് അവതരിപ്പിച്ചത്. പക്ഷേ ഈ അമ്മയുടെ കത്തിൽ പനക്കലച്ചൻ സൂചിപ്പിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഈ അമ്മ തുടങ്ങുന്നത്. ഈ അമ്മയുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതമാണ് യേശു നൽകിയിട്ടുള്ളത്. കാരണം മദ്യപാനിയായ ഭർത്താവിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിയെടുക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ സൗഖ്യപ്പെടുത്തിയ ഒരു അനുഭവത്തിലാണ് ഈ അമ്മ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഈ അമ്മയോട് പറയുന്നത്, മക്കൾ തമ്മിൽ വഴക്കടിക്കുന്നു എന്നുള്ള ആ ദുഃഖത്തിന് അതിനേക്കാൾ മുൻപ് നിൽക്കുന്നത് സ്വന്തം ഭർത്താവിനെ സൗഖ്യമാക്കിയ ഒരു യേശു അനുഭവമാണ്. ആ അനുഭവം മക്കളിലേക്കും കടന്നു വരും എന്ന ഒരു പ്രത്യാശ ആദ്യമേ ഈ അമ്മയ്ക്കുണ്ടാകാനാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്. എൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളെ സുഖപ്പെടുത്താനുള്ള ഒരു ശക്തിയും യേശുവിനുണ്ട് എന്നത് ആദ്യം ആ പ്രത്യാശ മനസ്സിൽ നിറയ്ക്കാനാണ് അച്ഛൻ ആദ്യമേ പറയുന്നത്. രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, തീർച്ചയായിട്ടും കൊച്ചു അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ അമ്മയുടെ സന്തോഷവും അമ്മയുടെ ദുഃഖവും കുഞ്ഞിലേക്ക് പൊക്കിൾ കൂടി ബന്ധം വഴി കടന്നു പോകും. അത്തരത്തിൽ കടന്നു പോകുന്ന അത് കുട്ടിയിലെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ ആ പ്രശ്നങ്ങളിലേക്ക് എങ്ങനെ ആ പ്രശ്നങ്ങളെ മാറ്റാം,
അതിന് ആ ദുഃഖം മാഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം പോരാ എന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം യേശുവിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് കടന്നു പോകാനുള്ള കഴിവുണ്ട്. കാരണം ദൈവത്തിന് എല്ലാ സമയവും ഇന്നാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ രൂപം കൊള്ളുന്ന നിമിഷം മുതൽ ഇപ്പോൾ യേശുവിനെ ആ അവസ്ഥയിലേക്ക്, ആ സംഭവത്തിലേക്ക് അമ്മയ്ക്ക് ക്ഷണിക്കാൻ കഴിയണം. അപ്പോൾ അവിടെ യേശു കടന്നു ചെന്ന് ആ സംഭവത്തെ, ആ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ അവിടെ ഉണ്ടായ വഴക്കുകളും എല്ലാറ്റിലേക്കും യേശു കടന്നു വന്ന് അത് സൗഖ്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പ്രശ്നം ഇല്ലാതാക്കും. മാത്രമല്ല, ഈ അമ്മയ്ക്കുണ്ടാകേണ്ട ബോധ്യം കുട്ടികളോട് കൈമാറേണ്ടത്, ഈ അപ്പനും അമ്മയ്ക്കും കൊടുക്കാവുന്ന സ്നേഹത്തിന് പരിധികളുണ്ട്. ആ പരിധിയെ ഉല്ലംഘിക്കുന്ന ഒരു സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. യഥാർത്ഥ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം നമുക്ക് ലഭിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, സകല പിതൃത്വത്തിൻ്റെയും കാരണഭൂതനായ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അപ്പോൾ അമ്മ തിരിച്ചറിയണം, അത് കുട്ടികൾക്ക് കൈമാറണം. എങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മുടെ അച്ഛനെ എങ്ങനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു, ആ സാക്ഷ്യം കൂടി കുട്ടികൾക്ക് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളിത് പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നു. ആ അവസ്ഥയിലേക്ക് മാറാനാണ്. പിന്നെ കുട്ടികൾ വഴക്കടിക്കുകയല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അവരുടെ ഒരു വൈരാഗ്യ ബുദ്ധിക്ക് അപ്പുറത്ത് ലഭിക്കാത്ത സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹമാണ്. സ്നേഹമുള്ള പനക്കിലച്ച, നമുക്ക് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവേ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പം അവിടുന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ബോധപൂർവം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ അങ്ങേയും കൊണ്ടുവന്ന് അങ്ങയോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, അതുവഴി അവിടുന്ന് പകരുന്ന സ്നേഹം സ്വീകരിക്കുവാൻ, മനുഷ്യർക്ക് അസാധ്യമായ അവരുടെ പരിമിതികളിൽ നിന്ന് വരുന്ന എല്ലാ വേദനകളും യേശുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് സുഖപ്പെടുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഈ എഴുത്ത് പരാമർശിച്ച 2 മക്കളെയും അവിടുത്തെ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരിലും പ്രത്യാശ ജനിച്ച് അവർക്ക് യേശുവിനെ മക്കളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക്, അതിലെ ഓരോ സംഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള കൃപയും അനുഗ്രഹവും പ്രാർത്ഥനാപരവും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആമേൻ. സ്നേഹമുള്ളവരെ, പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ ആ കത്ത് ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.